ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ത്രെഡ്സിൽ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത ആ ഒരു ടൈം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സിൽ സ്കെഡ്യൂൾ ചെയ്യാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പെൻഡിങ് ടുമോറോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് സ്കെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താവുന്നതാണ്. അല്ല ഇത് സ്കെഡ്യൂൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ടൈം കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആ ടൈമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം വീണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെഡ്യൂളിംഗ് ടൈം മാറിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ ഒരു പോസ്റ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.